വലിയ ഖൈറായിരിക്കും എന്നിടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബന്ധം തെറ്റിക്കരുത്. ശരിക്കും ഇബ്ലീസിന് ഡ്യൂട്ടി ഓവറായതുകൊണ്ട് തന്നെ ജിന്ന് വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല സ്റ്റാഫ് ഉണ്ടാവുക, മനുഷ്യരിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. പെരുന്നാൾ സീസണൊക്കെ ആയാൽ ടെക്സ്റ്റൈൽസ് ഷോപ്പിലൊക്കെ കുറച്ചാളെ അധികം സ്റ്റാഫാക്കും, ഡ്രസ്സ് മടക്കി വെക്കാൻ അല്ലേ. അതാണ് മിനൽ ജിന്നത്തി, അറിയില്ലേ ആയത്തറിയില്ലേ, മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരും ഉണ്ടാവും ബന്ധം തെറ്റിക്കുക. നമ്മൾ ഒരു വോയിസും ഒരാളുമായി ബന്ധം തെറ്റിക്കുന്ന ഒന്നും നമ്മൾ മിണ്ടരുത്. ഇപ്പൊ നാട്ടിൽ ഒരു ത്വലാഖ് കടന്നു, അതെന്താ കാരണം നമ്മൾ അന്വേഷിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? അവര് കമ്മിറ്റിന്ന് പോയി, അതുകൊണ്ട് നമുക്ക് അന്വേഷിച്ചിട്ട് എന്താ കാര്യം? ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടാതെ ജീവിക്കാൻ പറ്റണം. ബന്ധം തെറ്റുന്ന ഒരു വർത്താനം പറയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബത്തിനോട് കൊടുത്ത ഉപദേശങ്ങൾ ആരെ കുറിച്ച് എനിക്ക് നെഗറ്റീവ് പറഞ്ഞു തരാൻ പാടില്ല. അങ്ങനെ പറഞ്ഞെന്നാൽ പിന്നെ അയാളെ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് എൻ്റെ ഓർമ്മയിലുണ്ടാവുക. അത് വേണ്ട, എനിക്ക് എല്ലാവരെയും നല്ല തെളിഞ്ഞ മനസ്സോടെ കാണണം, അതാണ് എനിക്കിഷ്ടം. കണ്ടോ, അതാണ് ഒരാളെയും ബന്ധം തെറ്റി. മനുഷ്യനിലും ഉണ്ടാവും ഇബ്ലീസിന്റെ പണിയെടുക്കുന്നവർ. മിനൽ ജിന്നത്തി വന്നാസ്. അത് ചിലപ്പം ഇണയായിരിക്കും. ഇണ ഭർത്താവ് തെറ്റിയതിനനുസരിച്ച് ഭാര്യ കൂട്ടുവെക്കരുത്, ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു ഭാര്യക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. കരുണയുടെ പത്തിൽ കരുണ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് ഉള്ള ഏറ്റവും നല്ല ഓഫറാണ് ഉമ്മമാരെ. ആരാണ് ആ പെണ്ണ്? ഖാമത്ത്, ആ പെണ്ണ് രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റു, എന്നിട്ട് ഭർത്താവിനെയും കൂടി വിളിക്കുകയാണ്. ഇത് തഹജ്ജുദിൽ മാത്രം ഖാസായ കാര്യമൊന്നുമല്ല കേട്ടോ. ത്വീബി ഇമാമിന്റെ വാക്ക് ഈ ഹദീസ് വിശദീകരണത്തിൽ ഫൈലുൽ ഖദീറിൽ അത് കാണാൻ പറ്റും. ഏത് ഇബാദത്തും ഭർത്താവും കൂടി ചെയ്യണം എന്നാ ഭാര്യ വിചാരിക്കേണ്ടത്, അല്ലാതെ ഭർത്താവ് ചെയ്യുന്ന തെറ്റിന് കൂട്ടുനിൽക്കല്ല വേണ്ടത്. അങ്ങനെ കൂട്ടു നിന്നാൽ അവർക്കാണ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീലയാവും എന്ന ദുർഗതിയാണ് അവർക്കുണ്ടാവുക. ശരിക്ക് ഈ സൂറത്ത് ഇറങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താന്ന് പറഞ്ഞാൽ, ഈ സൂറത്ത് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനീ ദഅവത്ത് വളരെ രഹസ്യമായി ആരംഭിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വന്ദിർ അശീറത്തകൽ അഖറബീൻ, തങ്ങളുടെ കുടുംബത്തെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തി വിഷയം ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും വിളിച്ചുണർത്തി തങ്ങളങ്ങ് വയലു പറയാൻ തുടങ്ങി. അപ്പൊ അബൂലഹബ് തങ്ങൾക്കെതിരെ ആക്ഷേപമായിട്ട് വന്നു. ഓരോ ഗോത്രത്തെ ഓരോ ഗ്രൂപ്പിനെ ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അബൂലഹബ് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിക്കുന്നത്? ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, എന്താ മീറ്റിങ്ങിന്റെ അജണ്ട എല്ലാം പുറത്താദ്യം പറയണമെന്നൊന്നുമില്ല. ചില മീറ്റിങ്ങിൽ ഫിസിക്കലി വന്നിട്ട് പറയേണ്ട അജണ്ടകളൊക്കെ ഉണ്ടാവും. എന്തിനാ വിളിക്കുന്നത്? ഫഹദർ അൻ തകൂന അബാലഹബ്. അബൂലഹബ് ഒരു പേര്, ഒരു വ്യക്തിയുടെ പേരല്ല. നമ്മൾ ഓരോരുത്തരും അബൂലഹബ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ വായിക്കാൻ പറ്റും. അബൂലഹബിന്റെ മെയിൻ പ്രശ്നം എന്താ? അബൂലഹബിന് നന്നാവാനുള്ള 10 സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് റസൂലുള്ളാഹിന്റെ കുടുംബം, നല്ല മക്കള്, നല്ല സമ്പത്ത്, നല്ല ഭാര്യ, ഇങ്ങനെ 10 കാര്യങ്ങൾ എണ്ണി വെക്കുന്നുണ്ട് മുഫസ്സിറുകൾ. എന്നിട്ടും ഈ ചാൻസ് ഈ ചങ്ങായി ഉപയോഗിക്കാതെ കെട്ടുപോയ ആളാണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചു. അപ്പൊ നബവിയായ ഗുണമുള്ള ആരാക്ഷേപിച്ചാലും ഓൻ അബൂലഹബാവും. നബിയുടെ ഗുണമുള്ള ഏതൊക്കെ ഗുണങ്ങളുണ്ടോ ഇൽമിന്റെ അഹ്ലുകാർ, നബി തങ്ങളുടെ ഗുണമാണ് കാന ആലമന്നാസ്, സ്വതക്ക നന്നായി ചെയ്യുന്ന പ്രമാണിമാർ, കാന അജ്വദന്നാസ്. ഇൽമിന്റെ അഹ്ലുകാരെ അല്ലെങ്കിൽ സ്വതക്ക ചെയ്യുന്നവരെ, ദുനിയാവിനോട് താല്പര്യമില്ലാതെ ഉഖ്റവിയായ ചിന്തകളിൽ നടക്കുന്നവരെ ആക്ഷേപിച്ചാൽ ഫഹ്ദർ അൻ തകൂന അബാലഹബ്, നീയും അബൂലഹബായി മാറും. നമ്മളൊക്കെ അബൂലഹബാവുന്നുണ്ടോ എന്ന് പേടിക്കണം. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. കുറേ ഉസ്താദുമാരുമായിട്ട് കൂടുതൽ ഇടപെട്ട് കാലം കഴിയുമ്പോൾ ഉസ്താദുമാരെ വില അങ്ങനെ നഷ്ടപ്പെടും. മനസ്സെന്ന് പേടിക്കണം. ഇന്ന ഷാനിയൊക്കെ ഹുവല്ല അബ്തർന, നബിയെ തങ്ങൾ ആക്ഷേപിച്ചോന്റെ അഡ്രസ് ഉണ്ടാവില്ല. ആസുബിന് വായിലാണ് നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആൺമക്കളൊക്കെ വഫാത്തായപ്പോൾ അഡ്രസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ട്രോൾ ചെയ്തു. അയാൾക്ക് അഡ്രസ് ഇല്ല. ലോകം മുഴുവനും തങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞ് തങ്ങൾക്കുള്ള അഡ്രസ് കൊടുത്തു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, നബി തങ്ങളുടെ ഗുണമുള്ള ആരാക്ഷേപിച്ചാലും ഓനിക്കും അഡ്രസ് ഉണ്ടാവില്ല. എല്ലാം വഹാബിയായിട്ട് ഈ ചങ്ങായി മരിച്ചു. മക്കൾ മൊത്തം വഹാബി, അതുകൊണ്ട് ആരും അഡ്രസ്സും ഉണ്ടാവില്ല, ഒരു ദുആ ഉണ്ടാവില്ല, ഒരു തൽഖീനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മിണ്ടാതിരുന്നോളണം. നമ്മളെ നാവുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ആരെങ്കിലൊക്കെ കയറി ഇടപെടാനൊന്നും പറ്റൂല.
എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഫഹദർ അൻ തകൂന അബൂലഹബ്, അബൂലഹബാവുന്നത് പേടിക്കണം. നബവിയായ ഗുണമുള്ള ഒരാളെയും നമ്മൾ തൊടരുത്. എല്ലാ മനുഷ്യന്മാർക്കും നബിയുടെ ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. മിണ്ടാണ്ടെന്നാ മതി, മിണ്ടാണ്ടെന്നാ മതി. ആ പരിപാടിക്കാണ്. ഈ അബൂലഹബ് ഈ തെറ്റൊക്കെ ചെയ്തപ്പോ ഉമ്മു ജമീലക്ക് മാറി നിന്ന് ഞാൻ ഇതിനൊന്നും ഇല്ലാന്ന് പറയാമായിരുന്നു. പക്ഷേ ഉമ്മു ജമീല അതിന് നിൽക്കാതെ അബൂലഹബിന്റെ കൂടെ കൂടി. അതുകൊണ്ടാണ് ഓന്റെ കെട്ടിയോൾ എന്ന പ്രയോഗം നടത്തിയത്. ശരിക്ക് നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അബൂലഹബിന്റെ കുഞ്ഞത്തലും, ഓന്റെ ഒറിജിനൽ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. പിന്നെ ആ ബിംബാരാധനന്റെ ഖുർആൻ നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓന്റെ കുഞ്ഞത്തലമിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് പോയത് അബൂലഹബ്. അങ്ങനെ അബൂലഹബ് ചങ്ങായിന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഉമ്മു ജമീല എന്നുള്ള കുഞ്ഞത്തലം തന്നെയാണ് ഈ പെണ്ണിന്റെ പേരും പറയേണ്ടത്. പിന്നെന്താ ഉമ്മു ജമീല എന്ന് പറയാതെ ആൻഡ് ഹിസ് വൈഫ് എന്ന് പ്രയോഗം നടത്തിയത്? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പെണ്ണിനെ ആക്ഷേപിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റാണ്. ആക്ഷേപിക്കുന്ന കോണ്ടെക്സ്റ്റിൽ സൗന്ദര്യവതിയായ പെണ്ണ് എന്ന് പറയുന്നിടത്തൊരു സുഖക്കുറവുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യനും എല്ലാം നന്നായി ഓതി പഠിക്കുന്ന അദബുള്ള പ്രിയപ്പെട്ട ആ മോന് തോറ്റിരിക്കുന്നു എന്നാരും പറയും? അത് പറയൂലല്ലോ. വളരെ സൗന്ദര്യവതിയായ പെണ്ണ് അങ്ങനെ പറയൂലല്ലോ. ആ പെണ്ണിനെ ആക്ഷേപിക്കുന്ന കോണ്ടെക്സ്റ്റിൽ ആ പെണ്ണിന്റെ പേര് നല്ല പേരെ നമുക്ക് പറയൂല. അതൊരു സാഹിതീയ പ്രയോഗമാണ്. ഇപ്പൊ അതൊന്നും വിശദീകരിക്കാനുള്ള നേരമില്ല. ശരിക്കും ഉമ്മു ജമീലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത് തെറ്റിന് കൂട്ടുന്നുള്ളതാണ്. ഭർത്താക്കന്മാരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കുക അല്ലാതെ പോറ് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വിചാരിക്കുകയല്ല വേണ്ട, എന്ന് വിചാരിക്കും. അപ്പൊ നമുക്കൊരു മുഖദ്ദറായ സുആലുണ്ടാവും. അതൊക്കെ നമുക്ക് നടക്കോന്നോ? ഇതേ ഖുർആൻ തന്നെ നമുക്ക് പരിചയമുള്ള സൂറത്ത് അതാ സൂറത്തു തഹരീം, മുൽക്ക് സൂറത്തിന്റെ തൊട്ട് മുമ്പിലുള്ള സൂറത്താണ്. ആ സൂറത്തിലില്ലേ ലറബല്ലാഹു മസലൻ, ഒരു പെണ്ണുങ്ങളെ ഉദാഹരണം പറഞ്ഞിരുന്നുണ്ട്. ആരാണ് ആ പെണ്ണുങ്ങൾ? ആസിയ ബീവി. ഫിറൗൻ എല്ലാ തെറ്റിനും മുന്നിൽ നിന്നപ്പോൾ ഇല്ല, ഞാൻ അങ്ങോട്ടേക്കില്ല, ഞാനില്ല, മെഹറം ഇല്ലാണ്ട് എത്ര ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. എത്ര പ്രാവശ്യം നിങ്ങളോട് സോഫ്റ്റിൽ പറയേണ്ടത്? ഹറാമിന് കൂട്ടുക്കാൻ ഐ കാൻറ്റ്, എന്നെ കൊണ്ട് കഴിയൂല. ആസിയ ബീവി നെഞ്ചൂക്കോടെ നിന്നില്ലേ. ഫിറൗന് 4 ആണിയെടുത്തിട്ട് കാലിനും കൈക്ക് അടിച്ചു കയറ്റി. ഫിറൗന ദില്ലൗത്താത്, ചോര ചിതറിപ്പോയി. അപ്പൊ മഹദി പറഞ്ഞത് റബ്ബി ബിനിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന, സഹിക്കാം, സ്വർഗത്തിൽ നിന്റെ അടുത്തൊരു പോരാ. സ്വർഗത്തിൽ പോരാ കുറേയൊക്കെ കിട്ടും, അത് പോരാ, നിന്റെ അടുത്ത് വേണം. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിനെ പുതിയാപ്പിളയാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് അങ്ങനെ തന്നെ ഒരു വീട് കൊടുത്തത്. അതാണ് ത്രിക്കല്യാണം നടക്കുന്നത്. ഭർത്താവിന്റെ കുടുംബത്തിലെ തെറ്റിന് കൂട്ടുക്കാനൊന്നും നമ്മൾ നിൽക്കരുത്. അങ്ങനെ ചുറ്റുവട്ടത്ത് കുറെ തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് നമ്മുടെ നെഞ്ചൂക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ആരെന്ത് ചെയ്താലും നമ്മൾ നെഞ്ചൂക്കോടുകൂടി നെഞ്ചു വിരിച്ച് തെറ്റിനെതിരെ പോരാടാൻ നമുക്ക് കഴിയണം. അതല്ലേ നമ്മുടെ ഉസ്താദുമാരുടെ ഏറ്റവും വലിയ പവർ തന്നെ. ഇറങ്ങിപ്പോരുന്ന സമയത്ത് താജുൽ ഉലമ പറഞ്ഞൊരു വാക്കാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തി എന്ന് കൻസുൽ ഉലമ ഉസ്താദ് പലപ്പോഴും ദർസിൽ പറയാറുണ്ട്.